ആഷിക്ക് ഇടതുപക്ഷം ഭയങ്കര കോൺഫിഡൻസിലാണ്. LDF സർക്കാർ 3.0 അല്ലെങ്കിൽ 3.0, അതായത് ഒരു മൂന്നാം സർക്കാർ വരും, തുടർഭരണം ലഭിക്കുമെന്നാണ് അവരുടെ കോൺഫിഡൻസ്. അതിൽ തന്നെ പിണറായി വിജയൻ്റെ കോൺഫിഡൻസ് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര കോൺഫിഡൻസ് വരുവാനുള്ള കാരണം? ഒരു വശത്ത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു, ഒരു വശത്ത് പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോഴും ഒരു തുടർഭരണം വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂന്നാം ഊഴം കിട്ടും എന്നുള്ള ഈ കോൺഫിഡൻസിന്റെ പിന്നിൽ എന്താണ്? ഒരുപക്ഷെ അവരുടെ ഉറപ്പായ മണ്ഡലങ്ങൾ, അതിലുള്ള കോൺഫിഡൻസ്, മണ്ഡലങ്ങൾ, അതെ, 54 മണ്ഡലങ്ങൾ. അതിനോടൊപ്പം ഈ 18 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ തങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഇന്നലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അത് ഈ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഒരു കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് ഇനിയും LDF സർക്കാർ തന്നെയായിരിക്കും, മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അങ്ങനെയാണ്, അതായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഒരു കോൺഫിഡൻസ്. എങ്കിലും ഒരു സംശയം, അതായത് 5ഓളം മന്ത്രിമാർ ഇതുവരെ പരാജയപ്പെടും എന്നുള്ള പട്ടികയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയാണോ, അല്ലെങ്കിൽ ഇവരെ കൂടാതെ മറ്റ് ആരെയൊക്കെ ഉൾപ്പെടുത്തി ഈ ഒരു മന്ത്രിസഭ രൂപീകരിക്കും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സംശയമാണ്, ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്കുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഭരണവിരുദ്ധ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതെ, നവകേരള യാത്ര, അതിനെ തുടർന്നുണ്ടായ നവകേരള സർവേ, കൂടാതെ ആഗോള അയ്യപ്പ സംഗമം, ശബരിമലയിലെ സ്വർണ്ണ കൊള്ള, ഇതുപോലുള്ള ഇത്രയും കേരളയിൽ എല്ലാം ഉണ്ട്. ഇതുപോലെ എണ്ണയാലൊടുങ്ങാത്ത വിരുദ്ധ വികാരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച പിണറായി സർക്കാർ എങ്ങനെ മൂന്നാം തവണ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്, അല്ലെങ്കിൽ സംശയം. പക്ഷെ തമ്മിൽ ഭേദം തൊമ്മി എന്ന് പറയുന്ന പഴയ മൊഴി പോലെ തമ്മിൽ ഭേദം LDF ആണെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ? മേ ബി. പക്ഷേ UDFന്റെ ആ ഒരു സംഘടന, അല്ലെങ്കിൽ UDFന്റെ പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ ഇത്തവണ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന UDFന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. LDFൽ സ്ഥാനാർത്ഥി തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ UDFൽ അങ്ങനെയുള്ള തർക്കങ്ങളൊന്നുമില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഏതൊക്കെ മണ്ഡലങ്ങൾ, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വേണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമയത്തും LDFനുള്ളിൽ സ്ഥാനാർത്ഥികളായിട്ടില്ല. സ്ഥാനാർത്ഥി തർക്കങ്ങൾ നിലനിൽക്കുന്നു, സീറ്റ് തർക്കങ്ങൾ നിലനിൽക്കുന്നു, മണ്ഡലങ്ങളുടെ പേരിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതിനിടയിൽ വിവാദങ്ങൾ നടക്കുന്നു, കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു, ഷുവർ ഷോട്ട് ആയിട്ടുള്ള മണ്ഡലങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. നമുക്കറിയാം, അമ്പലപ്പുഴ, അതുപോലെ തന്നെ പാലക്കാട്, അതുപോലെ തന്നെ ഈ പറയുന്ന കൊട്ടാരക്കരയിൽ നിന്ന് ആയിഷ പോറ്റി, അത് എല്ലാവരും തന്നെ, അതായത് പ്രമുഖരായിട്ടുള്ള ഒരു പ്രഭാവമുള്ള, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെല്ലാവരും തന്നെ പാർട്ടി വിട്ട് പോയിരിക്കുകയാണ്. നമുക്കറിയാം, PK ശശി പോയി, TK ഗോവിന്ദൻ പോയി, കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പോയി, ആയിഷ പോറ്റി പോകുന്നു, അതുപോലെ തന്നെ G സുധാകരൻ പോകുന്നു. ഇങ്ങനെ ഒരു വലിയ കൊഴിഞ്ഞുപോക്കിലും ഇത്ര കോൺഫിഡൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഒരിത്തിരി എന്താ പറയുന്ന ഒരു അത്യാഗ്രഹമാണെന്ന് തോന്നുന്നില്ല ആഷിഖ്? അത്യാഗ്രഹം തന്നെയാണ്. പക്ഷേ അവർക്കത് വിജയിച്ചാലേ ആ ഒരു പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവും. കാരണം ഈ 2026 പരാജയപ്പെട്ടാൽ പിന്നെ LDFന് ഒരു ഉദയം ഉണ്ടാകുമോ എന്ന് തോന്നിയിട്ടുണ്ടാകും. അതുമാത്രമല്ല, പിണറായി വിജയൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു അസ്തമനത്തിനും ഈ 2026 UDF വന്നാൽ നമ്മൾ സാക്ഷ്യം വഹിക്കും. കാരണം പിണറായി വിജയൻ വിജയിച്ച് പ്രതിപക്ഷത്തിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജയിച്ച പ്രതിപക്ഷത്തിരിക്കണമല്ലോ. അതായത് പിണറായി വിജയൻ വിജയിച്ചു, പാർട്ടി തോറ്റുവെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കാതെ തന്നെ ചെയ്യണമല്ലോ. മുൻപ് നമ്മുടെ അന്തരിച്ചു പോയ സഖാവ് അച്യുതാനന്ദൻ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും, പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കും, അത് കാരണം കൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയാകാൻ വൈകിയതെന്ന് പറഞ്ഞ പോലെ, പാർട്ടി തോൽക്കുകയും പിണറായി വിജയൻ ജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് മറ്റൊരു നേതാവിനെ എടുത്തു കാണിക്കുവാനില്ല എന്നുള്ളത് സത്യം മാത്രമാണ്. പിന്നെയുള്ളത് MP ഗോവിന്ദനാണ്. പിണറായി കഴിഞ്ഞാൽ MP ഗോവിന്ദൻ, വേറെ ഒരാളെ അവർക്കില്ല പ്രതിപക്ഷത്തേക്ക് കാണിക്കുവാൻ. ഇനിയിപ്പോൾ പാർട്ടി ജയിക്കുന്നു, പിണറായിയും ജയിക്കുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണെങ്കിലും പിണറായി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല. അത് പിണറായി ജീവിച്ചിരിക്കുന്ന കാലത്തോളം മറ്റൊരാളെ പിണറായി സംഭവിക്കുമെന്ന് ആരും തന്നെ കരുതണ്ട. അല്ല, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. 10 വർഷം കേരളം ഭരിച്ചൊരു മുഖ്യമന്ത്രി, അദ്ദേഹം വിജയിക്കുന്നു, പക്ഷേ പാർട്ടി പരാജയപ്പെടുന്നു. UDF ഭരണത്തിൽ വരുന്നു, മുഖ്യമന്ത്രിയായി UDFലെ പ്രബല നേതാക്കൾ,
വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ആരെങ്കിലും ആട്ടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പറയുന്ന കെ സി വേണുഗോപാൽ ഇത്തവണ മത്സരിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനായിട്ട് നിന്നിട്ടേ ഉള്ളൂ, ലീഡറായിട്ട് നിന്നിട്ടേ ഉള്ളൂ. മുഖ്യമന്ത്രി വീട്ടിൽ ആരെങ്കിലും ആണെന്ന് പറയുന്നില്ല, ആരെങ്കിലും ആവട്ടെ, ദാറ്റ്സ് ദെയർ ഹെഡ് ടേക്ക്. അതേസമയം സാധ്യതാ പട്ടികയിൽ ഈ സ്പീക്കറിന്റെ സാധ്യതാ പട്ടികയിൽ വരുന്ന ജി സുധാകരൻ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ LDF പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടുന്നത് അല്ലെങ്കിൽ മനസ്സിൽ കാണുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ ആ മന്ത്രിസഭയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു വിഷൻ എങ്ങനെയായിരിക്കും? അതായത് സ്വാഭാവികമായും നമുക്കറിയാം, ഈ പറഞ്ഞ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ എല്ലാ വിഷയങ്ങളിലും പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ വിഷയങ്ങളിലും നിയമസഭ കൂടുന്ന സമയങ്ങളിൽ വി ഡി സതീശൻ പാർട്ടിയെയും അതുപോലെ തന്നെ പിണറായി വിജയനെയും വാക്ശരങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്നെങ്കിൽ വീഡിയോ, അതല്ലെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയായി വരികയാണെന്നുണ്ടെങ്കിൽ, പിണറായിയാണ് പ്രതിപക്ഷത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് തുടരുന്നത്. അതായത് തൊമ്മനയ്യുമ്പോൾ ചാണ്ടി മുറുകുമ്പോൾ തൊമ്മനയ്യും എന്ന് പറയുന്ന പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതെല്ലാം മുന്നോട്ട് പോകും. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം ഇത്രയും ഭീകരമായ ഒരു ഭരണവിരുദ്ധ പ്രക്ഷോഭം ആഞ്ഞടിക്കുന്നു. അതായത് ഭരണവിരുദ്ധത ഇവിടെ ഉണ്ട്, മനസ്സിലായി. കേരളത്തിൽ ഭരണവിരുദ്ധതയുണ്ട്. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വരേക്കും ഭരണവിരുദ്ധതയുണ്ട്, പിണറായി വിരുദ്ധതയുണ്ട്, അണികളുടെ ഉള്ളിൽ വരെ പിണറായി വിരുദ്ധതയുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ധർമ്മടം, ഈ പിണറായി വിജയൻ നിന്ന് മത്സരിച്ച ധർമ്മടത്ത് അദ്ദേഹം എന്ത് കൊണ്ടുവന്നു എന്നാണ് ഈ പറയുന്നത്? ഒരു വികസനവും ധർമ്മടത്തില്ല. ധർമ്മടത്തെ റോഡുകൾക്ക് ഇതുവരേക്കും വരെ വികസനമില്ല. ധർമ്മടത്ത് ഈ പറയുന്ന കൊട്ടിഘോഷിച്ചുള്ള സർക്കാർ പദ്ധതികൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ധർമ്മടം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിനെയും അയാളുടെ അണികളെയും ഭയന്ന് പിണറായിക്ക് വോട്ട് കൊടുക്കുന്ന ഒരു ഗുണ്ടായിസ മണ്ഡലം മാത്രമാണ് എന്നത് നഗ്നമായ സത്യമാണ്. ഇത് പല മാധ്യമങ്ങളും തുറന്നു പറയില്ല. പല മാധ്യമങ്ങൾക്കും ഇത് പറയാൻ ഭയമാണ്. അവർക്ക് ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. ഹൂ കെയർസ്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. കാരണം നിർഭയമായി തന്നെ പറയുക തന്നെ ചെയ്യും. ധർമ്മടത്ത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനുമുള്ള മുന്നേറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന 10 വർഷം ഈ കേരളം ഭരിച്ച മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. സ്വന്തം മണ്ഡലമാണ്, അദ്ദേഹം അവിടെ ജയിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ജയിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പിണറായിയോടുള്ള സ്നേഹം കൊണ്ടോ മമത കൊണ്ടോ അവിടെ ജയിപ്പിക്കുന്നതല്ല. പാർട്ടി ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയം, വോട്ട് ചെയ്തില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിന്റെ പുറത്തു നിന്ന് ഉരുവായി വരുന്ന വിജയം മാത്രമാണ് ഈ പറയുന്ന ധർമ്മടത്ത് ഈ പറയുന്ന പിണറായി വിജയനുള്ളത്. ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കണ്ണൂർ ജില്ല വിട്ട് മറ്റെവിടെയെങ്കിലും വന്ന് നിന്ന് മത്സരിച്ച് വിജയിച്ച് കാണിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. കണ്ണൂർ ജില്ല വിട്ട് അദ്ദേഹം പുറത്ത് വന്ന് ഈ പറയുന്ന ബാക്കി 13 ജില്ലകളുണ്ട്. തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്, കോട്ടയമുണ്ട്, എറണാകുളമുണ്ട്, ഇടുക്കിയുണ്ട്, തൃശ്ശൂരുണ്ട്, ഈ പറയുന്ന മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്, കാസർഗോഡുണ്ട്, വയനാടുണ്ട്. ഇതിൽ കണ്ണൂർ ഒഴിവാക്കി ബാക്കി 13 മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം ജയിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിന് മുന്നിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ പറയുന്ന ജോലി വേണമെങ്കിലും ഉപേക്ഷിച്ച് പോകാനായിട്ട് ഞാൻ തയ്യാറാണ്. കാരണം അറിയാം ജയിക്കില്ല, അത് 100% ഉറപ്പാണ്. അതിൽ ധർമ്മടം വിട്ട് പുറത്തിറങ്ങിയാൽ പോലും പിണറായി വിജയൻ ജയിക്കില്ല. ഭയത്തിന്റെ പുറത്തു നിന്നുണ്ടായിട്ടുള്ള വിജയം മാത്രമാണ്. ആ വിജയത്തിന്റെ പുറത്തുള്ള കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തവണ വിധി എഴുതുമ്പോൾ തീർച്ചയായും LDF മൂക്കുകുത്തി വീഴുക തന്നെ ചെയ്യും. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ 54 മണ്ഡലങ്ങൾ നമ്മൾക്ക് മുമ്പിൽ നിൽപ്പുണ്ട്. ഈ 54 മണ്ഡലങ്ങൾ ഈ പറയുന്ന LDF പാർട്ടിയുടെ ഷോർട്ടായിട്ടുള്ള മണ്ഡലങ്ങളാണ്. നമുക്കറിയാം 74 അല്ലെങ്കിൽ 75 കൂടിപ്പോയി കഴിഞ്ഞാൽ 78 സീറ്റുകൾ വരേക്കും വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തുടർഭരണം സാധ്യമാണ്. അല്ലെങ്കിൽ 80 സീറ്റിൽ വരേക്കും. 54 ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി പലയിടങ്ങളിൽ നിന്നായി സീറ്റ് കളക്ട് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയായിരിക്കാം പിണറായി സഖാവിനെ കൊണ്ട് ഇങ്ങനെ ഒരു തുടർഭരണ ആത്മവിശ്വാസം അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തിക്കുന്നത്. ഈ പിണറായി വിജയനെ മാറ്റി നിർത്തി, ആ പിണറായി വിജയൻ എന്നുള്ള ഒരു ഫാക്ടർ മാറ്റി LDF സഖ്യം, LDFന്റെ മുന്നണി, അവർക്ക് ഒരു മൂന്നാം ഊഴം അതിന് സാധ്യതയുണ്ടോ? ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് LDFന് മൂന്നാം ഊഴമുണ്ട്. അതായത് തുടർഭരണം സാധ്യമാണ്, അല്ലെങ്കിൽ തുടർഭരണം വരും എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ സൂചനയിൽ നിന്ന് മാത്രം നോക്കില്ല. ഇന്റലിജൻസിന് എന്ന് പറയുന്നത് അവർക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ, അറിയാമല്ലോ. അപ്പോൾ ജനങ്ങളാണ് വിധി എഴുതേണ്ടത്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങളുടെ വിധി LDFന് അനുകൂലമാണെന്നുണ്ടെങ്കിൽ തുടർഭരണം വരും. പക്ഷേ ദയവ് ചെയ്ത് പിണറായി ഇനിയും മുഖ്യമന്ത്രിയായിട്ട് കയറി വരരുത്.
കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി അത് LDF അവകാശപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ LDF അത് സാധിക്കുമായിരുന്നു. പക്ഷേ അവരെ മനഃപൂർവ്വം ഇടിച്ചു താഴ്ത്തുകയാണ് ചെയ്തത് ശൈലജ ടീച്ചർ, KK ശൈലജ. ടീച്ചർ വരണം, അങ്ങനെ തുടർഭരണം വരികയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ മുഖ്യമന്ത്രിയായിട്ട് വരണം. പിന്നെയുള്ള വനിത വേറൊരാളുണ്ടല്ലോ, വീണ ജോർജ്. ദയവ് ചെയ്തിട്ട് അവനെ ഇത്തവണത്തെ മന്ത്രിസഭയിലെങ്കിലും ഉൾപ്പെടുത്താതിരിക്കുമോ? കത്രിക മന്ത്രിയായ ദയവ് ചെയ്തിട്ട് ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക. അതിനെ MLA ആയിട്ട് ഇവിടെ ആ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോട്ട്. ജയിച്ചു പോയാൽ അപ്പോഴും അവർ ജയിക്കണമെന്നാണ് പറയുന്നത്. ജയിച്ചു പോയാൽ ദയവ് ഇത് മന്ത്രിസഭയിൽ ഒന്നും കൊണ്ട് ഉൾപ്പെടുത്തരുത്. പുള്ളിക്കാരിക്ക് പറ്റിയത് മേക്കപ്പ് ഇട്ട് വന്ന് ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നിട്ട് മറ്റേ എന്താ പറയുന്നത്, പ്രോംപ്റ്റിൽ എഴുതി പോകുന്ന കാര്യങ്ങൾ നോക്കി വായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഭരണമൊന്നും പുള്ളിക്കാരിക്ക് പറ്റില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഇരുന്ന് വല്ല കെട്ടിയോനും വല്ല കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുക, തന്നെ പോലെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആ MLA സാലറി മേടിച്ച് വീട്ടിലിരിക്കാതെ ദയവ് ചെയ്തിട്ട് എൻ്റെ പൊന്നു സഖാവെ പുള്ളിക്കാരി ഒന്ന് വിളിച്ചു കൊണ്ടുവന്ന് മന്ത്രിസഭയിൽ ഇരുത്തരുത്. ഇനിയും കത്രിക എണ്ണിയെടുക്കാൻ വയ്യ.